ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ധന്യനായ പൗലോസ് റോമാസഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള ഭാഗങ്ങളിൽ നമ്മുടെ പിതാവായ ദൈവത്വങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് പറയുകയാണ്, നമ്മുടെ പിതാവായ ദൈവത്വങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. 2 കാര്യം: 1 കൃപ, 2 സമാധാനം. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മനുഷ്യരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, എന്തോ ഇല്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ കർത്താവ് കൂടെ ഇല്ലെന്നാണ്. മോശ ദൈവത്തോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, കർത്താവേ, നീ എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുത്. അപ്പോൾ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിനകത്ത് ഒരു വാക്യമാണ്. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, യഹോവ ദൈവം മോശയോട് പറയുകയാണ്, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. അപ്പോൾ വാസ്തവത്തിൽ ഈ സമാധാനം ഉണ്ടാകുക, സ്വസ്ഥത ഉണ്ടാകുക എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യം ഉള്ളിടത്തേ അതുള്ളൂ. അപ്പോൾ സ്വസ്ഥതയില്ല, സമാധാനം ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവ സാന്നിധ്യം ഇല്ലെന്നാണ്. പ്രസൻസ് ഇല്ലാത്തൊരു മനുഷ്യൻ പച്ച ജഡമാണ്. എന്നാൽ റോമാസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധാത്മ പറയുകയാണ്, നിങ്ങൾക്ക് ക്രിസ്തുവിൽ നിന്നും ദൈവത്തിൽ നിന്നും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോൾ ഇതെവിടെ അന്വേഷിക്കണം? സമാധാനം ഇല്ലാതെ വരുമ്പോൾ എവിടെ അന്വേഷിക്കണം? ക്രിസ്തുവിൽ വരണം. നമുക്കറിയാം, ലോകത്തിൽ മനുഷ്യരൊക്കെ സമാധാനം കണ്ടെത്താനായിട്ട്, ഇച്ചിരി സമയം ആശ്വാസം കിട്ടാനായിട്ട് മദ്യപിക്കുന്നവരുണ്ട്, മറ്റു പല മേഖലകളിലോട്ട് തിരിഞ്ഞ് ആശ്വാസം കണ്ടെത്തുന്നവരുണ്ട്. ചിലർക്ക് ഇങ്ങനെ കറങ്ങുന്നതൊരാശ്വാസമാണ്. അപ്പോൾ ഇവരെല്ലാവരും സഞ്ചരിക്കുന്ന ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ഒത്തിരി പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കുടുംബമായിട്ടൊക്കെ സ്വസ്ഥതയില്ല, ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം. അപ്പോൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു സ്വസ്ഥതയെ അവർക്ക് അറിയത്തുള്ളൂ. എന്നാൽ ബൈബിൾ പറയുന്നു, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഇത് ഒരു മനുഷ്യന് കവർന്നെടുക്കാൻ പറ്റുന്നതല്ല. ഇത് പുറത്തു പോയി ഐസ്ക്രീം കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനമല്ല, അല്ലെങ്കിൽ ഇത് വാഹനത്തിൽ ഏതെങ്കിലുമൊക്കെ ദേശം കാണുമ്പോൾ കിട്ടുന്നൊരു സമാധാനമല്ല. ഇത് ദൈവം തരുന്ന സമാധാനമാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, സ്വസ്ഥതയില്ലെന്നും സമാധാനമില്ലെന്നും പറയുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ ഈ വചനത്തിലേക്കൊന്ന് തിരിഞ്ഞ് ഈ കർത്താവിനൊന്ന് രുചിച്ചറിഞ്ഞ്, ഈ കർത്താവ് നമ്മളോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് കൃപയും സമാധാനവും തരും. ഈ വചനത്തെ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.